എന്തോ ഗൈസ് നമ്മുടെ എൻ്റെ അണ്ണൻ്റെ സ്പെഷ്യലാണ്. ഇതിനകത്ത് കൊഞ്ച്, വെളുത്തുള്ളി, സവാള ഉണ്ടോ കണ്ടോ, ഉണക്കക്കൊഞ്ചുണ്ട്, സവാള ഉണ്ട്, പിന്നെ അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ് ഗൈസ്. വെക്കുന്നത് നമുക്ക് നോക്കാം അതെന്താണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നൈറ്റ് ഫുഡിൻ്റെയാണ് ഗൈസ്. അപ്പം ഇത് കണ്ടോ ഗൈസ്, ആണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. നമുക്കിനിപ്പോൾ മിക്സ് ചെയ്യാം. ഇത് നോക്കാം ഗൈസ്, നമ്മളിതിനകത്താണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ഇത് മുളക് പൊടി. എന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വരാം. നമ്മുടെ വീട്ടിലെ ഒരു പ്രത്യേകത എന്നും കാണും ഗൈസ്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച്. അടുപ്പിൻ്റെ നല്ല ചൂടുണ്ട് ഗൈസ്. ഇച്ചിരി മുളക് പൊടി ഇടുമ്പോൾ മോൻ കഴിക്കേ. സീതാമോള് വഴക്കുണ്ടാക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ, ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഗൈസ് നമ്മൾ വഴക്കൊടുക്കും. നമ്മൾ ഇടിച്ച് കഴിക്കാം, ഇല്ലെങ്കിൽ ഇന്ന് മൊത്തം എന്നാന്ന് പറയും ഗൈസ്. അപ്പം അങ്ങനെ മിക്സ് ചെയ്യണം കണ്ടോ. പക്ഷേ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്യാം ഗൈസ്. കുറച്ചുകൂടെ മുളക് പൊടി ആഡ് ചെയ്യാം, കാരണം അത് ഒന്നും ആയില്ല. നല്ല എരി വേണം. മുളക് പൊടിയാ, കളിക്കരുത് സീതേ നീ. വൈ മുളക് പൊടിയാ, നേരത്തെ തൊട്ട് മുട്ടയൊന്നും അല്ല. ദേഹത്ത് വീണ നീറും കേട്ടോ. മുളക് പൊടി എടുക്കരുത് അമ്മേ. ഈ മുളക് പൊടി ഇട്ടുണ്ടെങ്കിലൊക്കെ വഴക്കുണ്ടാക്കും അമ്മേ. അത് തെറ്റില്ല. ഷാമണ്ണം വെക്കുന്ന പോലെ ശരിയാവത്തില്ല. അണ്ണം വെച്ചാലേ കറക്റ്റ് ആവത്തുള്ളൂ. അണ്ണം വെച്ചാലേ കറക്റ്റ് ആവത്തുള്ളൂ. വേണ്ട. അപ്പൊ നമ്മൾ അടുത്ത